Class 4. Hello my dear students. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് അക്കൗണ്ടുകളുടെ റൂളുകളും അതിനോടനുബന്ധമായ ക്ലാസ്സുകളുമാണ്. നമ്മൾ 3 തരത്തിലുള്ള അക്കൗണ്ടിംഗ് റൂളുകളാണ് പഠിക്കുവാൻ പോകുന്നത്. ഒന്നാമതായി റിയൽ അക്കൗണ്ടിൻ്റെ റൂള്, രണ്ടാമതായി പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂള്, മൂന്നാമതായി നോമിനൽ അക്കൗണ്ടിൻ്റെ റൂള്. ഈ 3 റൂളുകളും നല്ലതുപോലെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ടാലി ചെയ്യുവാൻ പറ്റുകയുള്ളൂ. അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് നല്ലതായിട്ട് അറിഞ്ഞാൽ ടാലി നമുക്ക് നല്ലതായിട്ട് ചെയ്തു പോകുവാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ ക്ലാസ്സുകൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് പഠിക്കുകയും അതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീണ്ടും ചോദിക്കുകയും ചെയ്യാവുന്നതാണ്. സ്നേഹമുള്ള കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതായത് റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ബിസിനസ്സിൽ ധാരാളം സ്വത്തുകൾ അതായത് കുറേ സാധനം നമ്മൾ കടകളിൽ വാങ്ങി വെക്കുന്നു, സ്റ്റോക്കായിട്ട്. അത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു സ്വത്താണ്, അസറ്റാണ്. നമ്മളൊരു ബിൽഡിങ് വാങ്ങുന്നു, നമ്മൾ ലാൻഡ് വാങ്ങുന്നു. ബിസിനസ്സുകാർക്ക് ബിൽഡിങ് കാണും, ലാൻഡ് ഭൂമി കാണും, കെട്ടിടം കാണും, ക്യാഷ് ഇൻ ഹാൻഡ് കയ്യിലിരിക്കുന്ന പണം കാണും, ക്യാഷ് അറ്റ് ബാങ്കിലിട്ടേക്കുന്ന പണം കാണും. ഇവയെല്ലാം ബിസിനസ്സിൻ്റെ സ്വത്തുക്കളാണ്. അതുകൊണ്ട് അസറ്റുകളുടെ അക്കൗണ്ടാണ് ഈ റിയൽ അക്കൗണ്ടിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ റൂള് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഏത് അക്കൗണ്ടിനും 2 വശങ്ങളുണ്ട്, ഡെബിറ്റ്, ക്രെഡിറ്റ്. റിയൽ അക്കൗണ്ടിൻ്റെ റൂള് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. വരുന്നതിനെല്ലാം, നമുക്ക് കിട്ടുന്നതിനെല്ലാം ഡെബിറ്റ് സൈഡിൽ എഴുതണം. പോകുന്നതിന് അല്ലെങ്കിൽ കൊടുക്കുന്നതിനെല്ലാം ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, വരുന്നതിനെല്ലാം ഡെബിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, പോകുന്നതിനെല്ലാം ക്രെഡിറ്റ് ചെയ്യുക. എക്സാമ്പിൾ, ക്യാഷ് റിസീവ്ഡ് ഫ്രം എക്സ്. എക്സ് എന്ന് പറയുന്ന ആളിൽ നിന്നും ക്യാഷ് കിട്ടുന്നു. ക്യാഷ് വരുന്നു, എക്സിന് പോകുന്നു. ക്യാഷ് വരുന്നത് കൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. അവിടെ ആർക്കാണ് ക്യാഷ് പോകുന്നത്? എക്സിനാണ്. എക്സ് ഒരു ഗിവറാണ്, കൊടുക്കുന്ന ആളിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പം വന്നതിനെ ഡെബിറ്റ് ചെയ്യണം. വരുന്ന ഏത് സാധനത്തിനെയും നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അടുത്തതായിട്ട് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ക്യാഷ് നമ്മൾ കൊണ്ടുപോയി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ബാങ്കിന് കിട്ടുന്നു. കിട്ടുന്ന ആളിനെ കിട്ടുന്നതിനെ ഡെബിറ്റ് ചെയ്യണം. അവിടെ കിട്ടുന്നത് ആർക്കാണ്? ബാങ്കിനാണ്. അതുകൊണ്ട് ബാങ്കിനെ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ എന്ത് കിട്ടിയാലും നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. വന്നതിനെ ഡെബിറ്റ് ചെയ്യണം, പോയതിനെ ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ അക്കൗണ്ടിനെയാണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. വ്യക്തികളും സ്ഥാപനങ്ങളും വരുന്ന അക്കൗണ്ടാണ് പേഴ്സണൽ അക്കൗണ്ട്. ഉദാഹരണം, ഒരു വ്യക്തിയുടെ പേര് രാമൻ, ഒരു വ്യക്തിയുടെ പേര്. ഒരു സ്ഥാപനത്തിൻ്റെ പേര് ബാങ്ക്. അപ്പം വ്യക്തിയുടെയും സ്ഥാപനങ്ങളുടെയും പേരാണ് പേഴ്സണൽ അക്കൗണ്ടിൽ വരുന്നത്. ഡെബിറ്റ് ഇത് റിസീവർ, കിട്ടുന്ന ആളിനെ
ഡെബിറ്റ് ചെയ്യണം. അതായത് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, ബാങ്കിൽ കൊണ്ടുപോയി ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തു. ബാങ്കിൽ ക്യാഷ് വരുന്നു, ബാങ്കിൽ ക്യാഷ് വരുന്നു, ബാങ്കിനാണ് കിട്ടുന്നത്. അതുകൊണ്ട് ബാങ്കാണ് റിസീവർ, കിട്ടുന്ന ആളാണ് റിസീവർ. ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. അവിടെ എന്താണ് പോയത്? ക്യാഷ് പോയി ബാങ്കിലോട്ട്, പോയതിനെ ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് അങ്ങോട്ട് പോയത് കൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ എന്തിനെ ഡെബിറ്റ് ചെയ്യുന്നു, എന്തിനെ ക്രെഡിറ്റ് ചെയ്യുന്നു? ഇവിടെ പറയുന്നത് റിസീവറെ ഡെബിറ്റ് ചെയ്യണം. ഡെബിറ്റ് ദി റിസീവർ, ക്രെഡിറ്റ് ദി ഗിവർ. എക്സ് എന്ന് പറയുന്ന വ്യക്തി കുറേ പണം കൊണ്ടുപോയി ബാങ്കിൽ ഇടുന്നു, ബാങ്കിന് കിട്ടുന്നു, എക്സിന് പോകുന്നു. കിട്ടുന്ന ആളിനെ ഡെബിറ്റ് ചെയ്യണം, കൊടുക്കുന്ന ആളിനെ ക്രെഡിറ്റ് ചെയ്യണം. കിട്ടുന്ന ആൾ ബാങ്കാണ് റിസീവർ, കൊടുക്കുന്ന ആൾ എക്സ് ആണ് ഗിവർ. അടുത്ത അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട്. അത് എക്സ്പെൻസിൻ്റെയും ലോസിൻ്റെയും ഇൻകത്തിൻ്റെയും ഗെയിനിൻ്റെയും അക്കൗണ്ടാണ്. ചിലവുകളെ, നഷ്ടങ്ങളെ, ലാഭം കിട്ടുന്നു, വരവ് ഇൻകം കിട്ടുന്നു, ഇതൊക്കെ അതിൽ വരും. അതിൻ്റെ റൂള് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ചിലവുകളെ നഷ്ടങ്ങളെ ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്, അതായത് നമ്മുടെ വരുമാനത്തെയും ലാഭത്തെയും ക്രെഡിറ്റ് ചെയ്യണം. അതിന് ഒരുപാട് എക്സാമ്പിളുകൾ, എല്ലാത്തിനും ഒരുപാട് എക്സാമ്പിളുകൾ നമ്മൾ പഠിക്കണം. ഒരു ഉദാഹരണം പറയാം. സാലറി കൊടുക്കുന്നു, സാലറി പെയ്ഡ്, സാലറി ഈസ് ആൻ എക്സ്പെൻസ്, സോ സാലറി ഈസ് ഡെബിറ്റഡ്. സാലറി എക്സ്പെൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ്. എക്സാമ്പിൾ, റെൻ്റ് കിട്ടുന്നു, അപ്പം കിട്ടുന്നതാണ് റെൻ്റ് കൊടുക്കുകയും ചെയ്യും, കിട്ടുകയും ചെയ്യും. റെൻ്റ് കിട്ടുന്നു, അതൊരു ഇൻകമാണ്. അതുകൊണ്ട് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ്. കിട്ടുന്ന റെൻ്റ് ഇൻകമാണ്, കൊടുക്കുന്ന റെൻ്റ് എക്സ്പെൻസാണ്. റെൻ്റെന്ന് പറഞ്ഞാൽ വാടകയാണ്. അങ്ങനെ എക്സാമ്പിൾ വേറെയുണ്ട്. കമ്മീഷൻ റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇതൊക്കെ നോമിനൽ അക്കൗണ്ടിൻ്റെ എക്സാമ്പിളുകളാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ ടാലിയുമായി ബന്ധപ്പെടുന്ന ഈ അക്കൗണ്ടുകളും ടാലിയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചൊരു ക്ലാസ്സാണ് ഞാൻ എടുക്കുവാൻ പോകുന്നത്. എല്ലാവരും ഇത് നല്ലതായിട്ട് പഠിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും ഈ ക്ലാസ്സുകൾ ഒന്നുകൂടി മെച്ചപ്പെടുത്തി ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം.